കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൻ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെജ്ഗുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഷെക്കീന ടിവിയുടെ പ്രിയപ്പെട്ട സ്നേഹിതരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വത്സല മക്കളുമായ എൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അമ്മ, പരിശുദ്ധ അമ്മ. അമ്മ ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നമുക്ക് നൽകുന്ന വിലയേറിയ സന്ദേശങ്ങളാണ് മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലൂടെ കഴിഞ്ഞ പല വർഷങ്ങളായി, ഏതാനും വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുക. നൂറ്റാണ്ടുകളായി പരിശുദ്ധ അമ്മ നമ്മോട് ചേർന്ന് നിന്ന് തിന്മയുടെ സകല സ്വാധീനങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുവാനായി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ദൈവ കരുണ നിരന്തരം നമുക്ക് വാങ്ങിത്തരുന്ന അമ്മയാണ് പരിശുദ്ധ കന്യകാമറിയം. സ്നേഹമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട ഒരു സത്യപ്രകാരമാണ്, റോമാക്കാരുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്ന പോലെ മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ കരുണയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. ഈ ദൈവ കരുണ ആവോളം സ്വീകരിക്കുവാൻ നാം പ്രാർത്ഥിക്കണം. ദൈവ കരുണയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. കാരണം ദൈവ കരുണ നമ്മളെ നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കാരണം മനുഷ്യൻ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ്. മനുഷ്യൻ ജഡത്തിൽ വസിക്കുന്ന കാലം അത്രയും ജഡത്തിൻ്റെ വാസനകൾ പലപ്പോഴും നമ്മളെ തിന്മയിലേക്ക് നയിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ചിന്തയിലൂടെ, നമ്മുടെ നാവിലൂടെ നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അനുദിനം ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവീക നിയമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ലംഘിക്കുന്നവരാണ് നമ്മൾ മനുഷ്യർ, പാപികളാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ലിഖിതത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കും, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല, പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നവൻ നുണയനാണെന്ന് വിശുദ്ധ പഠിപ്പിക്കുന്നു. നമ്മൾ അറിഞ്ഞു അറിയാതെ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവ കരുണ നമുക്ക് അത്യാവശ്യമാണ്. നിരന്തരം ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രക്ഷ പ്രാപിക്കുവാൻ പരിശ്രമിക്കുവാനുള്ള ഒരു വിളി പരിശുദ്ധ അമ്മയുടെ വിവിധ സന്ദേശങ്ങളിൽ നാം കാണുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ ലിഖിതത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 13-ാമത്തെ ലിഖിതം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്: ചുങ്കക്കാരന് നിലവിളി, ദൈവമേ പാപിയായ എന്നിൽ കരുണയായിരിക്കണമേ. അതിന്റെ അവസാനം വിശുദ്ധ ലിഖിതത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഈ മനുഷ്യൻ, പാപിയായ ചുങ്കക്കാരൻ, ദൈവ കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ചവൻ, അവൻ നീതീകരിക്കപ്പെട്ട് വീട്ടിലേക്ക് പോയി. കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നീതീകരിക്കപ്പെടുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ വിവിധ സന്ദേശങ്ങളിൽ അമ്മ നമ്മൾക്ക് പറഞ്ഞു തരുന്ന വലിയൊരു കാര്യം, നിങ്ങൾ ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവ കരുണയിലേക്ക് നിങ്ങളെ സമർപ്പിക്കുക, ദൈവ കരുണയിൽ നിങ്ങൾ ആശ്രയിക്കുക. കാരണം ദൈവം കരുണാമയനാണ്. എനിക്ക് രക്ഷയില്ല എന്ന് നിങ്ങൾ കരുതരുത്. നീ എത്ര കൊടിയ പാപം ചെയ്തെങ്കിലും നിന്റെ പാപത്തെ ദൈവം ന്യായീകരിക്കുന്നില്ല. പാപം തീർച്ചയായും തെറ്റാണ്, ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നുണ്ട്.
പാപത്തെയും പാപത്തിന്റെ സാഹചര്യങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് നീ ദൈവമേ കരുണയായിരിക്കണേ എന്ന് പറഞ്ഞാൽ ധൂർത്തപുത്രനെ വാരിപ്പിണർന്ന ഈ അപ്പനെ പോലെ നിന്നെ വാരിപ്പിണരുന്ന കരുണാമയനായ ദൈവമാണ് നിന്റെ ദൈവം എന്ന്, എൻ്റെ ദൈവം എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരിക. ഒരൊറ്റ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, പാപത്തിന്റെ വഴികൾ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ സങ്കീർത്തന പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നത്, ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഏത് പാപ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഹൃദയം നുറങ്ങി ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി ഞാൻ വഴിയിലേക്കില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി യാചിക്കുന്ന മക്കൾക്ക് ദൈവം സമീപസ്ഥനാണ്. അവൻ്റെ സാമീപ്യം അനുഭവിക്കുവാൻ സാധിക്കും. കരുണാമയനാണ് തമ്പുരാൻ. സഹോദരങ്ങളെ, വിശുദ്ധ ഫൗസ്തീനയ്ക്ക് കരുണയുടെ ജപമാല നൽകിയ ആ ഒരു സന്ദർഭം നമ്മളിത് മനസ്സിലാക്കുന്നതല്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഞാൻ ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഇപ്രകാരം ഒരു ദർശനം ലഭിക്കുകയാണ്. ദൈവം ഫൗസ്തീനമ്മയെ നേരിട്ട് സന്ദർശിക്കുകയും നേരിട്ട് സന്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്ന വലിയ വിശുദ്ധ, സഹനങ്ങളുടെ കൂമ്പാരമായിരുന്നു അവളുടെ ജീവിതം. ഇപ്രകാരം പാപം ചെയ്തിരുന്ന ഒരു പ്രത്യേക സമൂഹത്തെ, ഒരു സ്ഥലത്തെ നശിപ്പിക്കുവാനായി ദൈവത്തിൻ്റെ നീതിയാൽ മാലാഖ അയക്കപ്പെടുകയാണ്. ദൈവം നീതിമാനാണ്, പാപത്തിന് ശിക്ഷയുണ്ട്. ആ സ്ഥലം നശിപ്പിക്കുന്നതിനായി നീതിയുടെ മാലാഖ കടന്നു വരികയാണ്. നീതിയുടെ മാലാഖ, ദൈവനീതിയുടെ മാലാഖ കടന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അവിടെ കരുണയില്ല, അവൻ നീതി പ്രവർത്തിക്കും. നീതി എന്താണ്? പാപം ചെയ്യുന്നവൻ ശിക്ഷിക്കപ്പെടും. ആ പ്രദേശത്തെ ദേശം നശിപ്പിക്കുവാൻ ദൈവനീതിയുടെ മാലാഖ കടന്നു വരുന്നതായി ഫൗസ്തീന കാണുന്നു. ഫൗസ്തീന നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ സമൂഹത്തിന്മേൽ കരുണയുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവനീതിയുടെ മാലാഖ ദൈവനീതി നടപ്പാക്കുവാൻ ശക്തമായി ഈ ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയ വേദനയോടുകൂടി ഫൗസ്തീന വീണ്ടും പ്രാർത്ഥിക്കുകയാ. പക്ഷേ ആ ദൈവത്തിന്റെ നീതിയെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്നില്ല. വിശുദ്ധ ഫൗസ്തീനയുടെ ഹൃദയത്തിന്റെ ഈ വേദന, ഈ ദേശം മുഴുവൻ നശിച്ചു പോകുമല്ലോ, നശിപ്പിക്കപ്പെടുമല്ലോ എന്നുള്ള വേദന ദൈവത്തിന് ഉയർത്തിയപ്പോൾ പുത്രനായ ദൈവം തന്നെ ഫൗസ്തീനയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഈശോ ഫൗസ്തീനയ്ക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഈശോ പറഞ്ഞു, മകളെ, ഇത് ദൈവനീതിയാണ്. ദൈവനീതി ആർക്കും തടയാൻ സാധിക്കുകയില്ല. ദൈവം നീതിമാനാണ്. ഒരൊറ്റ കാര്യം മാത്രം നീ ചെയ്യുക, പിതാവായ ദൈവത്തോട് എൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയിൽ ഈ ദേശത്തിൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് നീ പ്രാർത്ഥിക്കുക. എൻ്റെ പീഡാസഹനവും കുരിശുമരണവും നീ കാഴ്ചവെച്ച് എൻ്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതയിൽ ഈ ദേശത്തോട് കരുണ കാണിക്കാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഫൗസ്തീനാമ്മ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവം ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് കരുണയുടെ ജപമാല. നിത്യപിതാവേ, എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി, നിങ്ങൾക്കറിയാമല്ലോ, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിന് യോഗ്യത കാഴ്ചവെക്കുന്നുണ്ട്. തിരുശരീരവും തിരുരക്തവും ആത്മാവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു എന്നും പറഞ്ഞ് കാഴ്ചവെച്ച് ദൈവകരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് പിതാവേ ഞങ്ങളോട് കരുണയായിരിക്കണമേ, ലോകം മുഴുവനും കരുണയായിരിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന നിലവിളിയാണല്ലോ ദൈവകരുണയുടെ ജപമാല. ഫൗസ്തീനാമ്മ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ ഫൗസ്തീനാമ്മ കാണുന്ന ഇപ്രകാരമാ, ദൈവനീതിയുടെ ആ മാലാഖയ്ക്ക് വീണ്ടും ദൈവനീതി ആ ലോകത്ത് നടപ്പാക്കാൻ സാധിക്കുന്നില്ല. ഈ ലോകം പിതാവായ ദൈവത്തിന്റെ കരുണയാൽ ആ ദേശം പൊതിയപ്പെടുകയാണ്. ആ ദേശം പൊതിയപ്പെടാനുള്ള ഏക കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും കാഴ്ചവെച്ച് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് അവിടെ ദൈവത്തിന്റെ നീതിക്കുമേൽ ദൈവത്തിന്റെ കരുണ പൊതിയപ്പെടുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്.
എല്ലാ ദിവസവും ഈശോയുടെ പീഡാസഹനത്തെ കാഴ്ചവെച്ച് നമ്മൾ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാൽ നമ്മൾ പൊതിയപ്പെടും, നമ്മൾ രക്ഷ പ്രാപിക്കും. ഇപ്രകാരം ജീവിതത്തിലുടനീളം ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധ ഫൗസ്തീനയിലൂടെ ദൈവം നൽകിയ കരുണയുടെ ജപമാല വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് ലോകത്ത് പലരും രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും കരുണക്കൊന്ത, വൈകുന്നേരം 3 മണി സമയം കരുണക്കൊന്തയിൽ പ്രാർത്ഥിക്കും. വിശുദ്ധ ഫൗസ്തീനയ്ക്ക് ഈശോ തന്നെ വെളിപ്പെടുത്തി കൊടുത്ത കാര്യമാണ്. വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെയുള്ള ആ 1 മണിക്കൂർ കരുണയുടെ മണിക്കൂറാണ്. അനേകർ ഇന്ന് ആ 1 മണിക്കൂർ ദൈവസന്നിധിയിൽ ദൈവകരുണയ്ക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിച്ച് ദൈവകരുണ കുടുംബത്തിലേക്ക്, തലമുറകളിലേക്ക് ഏറ്റെടുക്കുന്നുണ്ട്. ദൈവകരുണയുടെ മണിക്കൂറാണ് എല്ലാ ദിവസവും വൈകുന്നേരം 3 മണി മുതൽ 4 മണി വരെയുള്ള ആ 1 മണിക്കൂർ, ദൈവം കുരിശിൽ കിടന്ന് മരിക്കുന്ന ആ 1 മണിക്കൂർ. പരിശുദ്ധ അമ്മയുടെ വിവിധ സന്ദേശങ്ങളിലും അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം ഇപ്രകാരം: മക്കളെ, നിങ്ങൾ ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശം, ദൈവകരുണ നമ്മളിൽ നിറയപ്പെടുന്നതിന് വേണ്ടിയുള്ള സന്ദേശം നമുക്ക് ഹൃദയത്തിൽ ഏറ്റെടുക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ, അനുദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഈ കരുണയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന മാറണം. അതിന് ചുങ്കക്കാരൻ്റെ മനോഭാവം നമുക്കുണ്ടാകണം. നാം പാപികളാണെന്ന് തിരിച്ചറിയണം. ഞാനൊരു ആത്മീയ യുദ്ധത്തിലാണെന്ന് തിരിച്ചറിയണം. ഈ ആത്മീയ യുദ്ധത്തിൽ എനിക്ക് സ്വയം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എനിക്ക് ദൈവത്തിൻ്റെ കരുണയും സംരക്ഷണം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യമുണ്ടാവണം. ഞാൻ പാപിയാണ്, ബലഹീനയാണ്, ഏത് നിമിഷവും എനിക്ക് തെറ്റുപറ്റാം എന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടാകണം. അതാണ് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുക. പ്രിയമുള്ള സഹോദരങ്ങളെ, 1997 സെപ്റ്റംബർ മാസം 29-ാം തീയതി, സെപ്റ്റംബർ മാസം 29-ാം തീയതിയുടെ പ്രത്യേകത എന്തുവാ? മുഖ്യ ദൂതന്മാരുടെ തിരുനാളാണ് സെപ്റ്റംബർ മാസം 29-ാം തീയതി. മിഖായേൽ മാലാഖയുടെയും ഗബ്രിയേൽ മാലാഖയുടെയും റഫായേൽ മാലാഖയുടെയും മുഖ്യദൂതന്മാരുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ. കഞ്ചിക്കോട്ടുള്ള റാണിച്ചേച്ചിക്ക് ഈ 1997 സെപ്റ്റംബർ 29-ാം തീയതി മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ സ്വർഗം ഒരു വലിയ സന്ദേശം പരിശുദ്ധ അമ്മയിലൂടെ നൽകുകയാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞു, മക്കളെ, കർത്താവിൻ്റെ മാലാഖമാരുടെ സംരക്ഷണത്തിന് നിങ്ങൾ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ മാലാഖമാരുടെ സംരക്ഷണം നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം നിങ്ങൾ ബലഹീനരാണ്, നിങ്ങളുടെ ആത്മീയ യുദ്ധത്തിലാണ്. നിങ്ങൾക്ക് തന്നെ ഈ യുദ്ധത്തിൽ പോരാടുവാൻ സാധിക്കില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ മാലാഖമാർ സത്യമാണ്. ഈ മാലാഖമാർക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങൾ എല്ലാവർക്കും ഒരു മാലാഖയുണ്ട്. ദൈവം നൽകി പരിശുദ്ധ അമ്മ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാലാഖയുണ്ട്. ഈ മാലാഖയുടെ സംരക്ഷണം നിങ്ങൾ യാചിക്കണം. ഈ മാലാഖയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും കാവൽ മാലാഖമാരുണ്ട്, നവവൃന്ദ മാലാഖമാരുണ്ട്. ശ്രാപ്പന്മാരും ക്രോവേന്മാരും ഭദ്രാസനന്മാരും അധികാരികളും ത്വാത്വികന്മാരും ബലവാന്മാരും പ്രാഥമികരും മുഖ്യദൂതന്മാരായ വിശുദ്ധ മിഖായേലും ഗബ്രിയേലും റഫായേലും പിന്നെ ദൈവദൂതന്മാരെല്ലാം നമുക്ക് സഹായത്തിന് സംരക്ഷകരായി കൂടെയുണ്ട്. പരിശുദ്ധ അമ്മ പറയും, മക്കളെ, നിങ്ങൾ മാലാഖമാരെ വിസ്മരിച്ച് ജീവിക്കരുത്. അവർ സഹായകരാണ്. നിങ്ങളെ മാലാഖമാർക്ക് പരമേൽപ്പിക്കുക. തിന്മയെ എതിർത്ത് നിൽക്കുവാനും തിന്മയുമായി യുദ്ധം ചെയ്ത് തിന്മയുടെ മേൽ മഹാവിജയം വരിച്ച് നിങ്ങളെ സംരക്ഷിക്കുവാനും മാലാഖമാർക്ക് സാധിക്കും. ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ ഭയമില്ലാതെ മാലാഖമാരുടെ സംരക്ഷണത്തിൽ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ധൈര്യപൂർവ്വം ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് സന്ദേശം നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മാലാഖയുടെ സാന്നിധ്യത്തെ കുറിച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുക,
എന്നെ ഒരു സുഹൃത്ത് പങ്കുവെച്ച ഒരനുഭവം. എൻ്റെ കൂടെ മിഷനിലായിരുന്ന സമയത്ത് പോളണ്ടിൽ നിന്നുള്ള ഒരു പോളിഷുകാരൻ, ഒരു ബ്രദർ, ഞങ്ങൾ ഒന്നിച്ച് ഞങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. അദ്ദേഹം അച്ഛനാകാൻ പഠിച്ചുകൊണ്ടിരിക്കുക. പോളണ്ടിൽ നിന്നുള്ള ബ്രദറാണ്. അദ്ദേഹം പോളണ്ടിൽ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം പങ്കുവെച്ചു. ഞങ്ങൾ സലേഷ്യ സഭയിൽ, ഡോൺ ബോസ്കോ സഭയിൽ ഇടയ്ക്ക് ബ്രദർമാർ ഇങ്ങനെ അച്ഛനാകാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സെമിനാരി വിദ്യാർത്ഥികൾ ഒന്നിച്ച് അവരുടെ ചില മീറ്റിങ്ങുകളുണ്ട്, പ്രാർത്ഥന മീറ്റിങ്ങുകളും അല്ലെങ്കിൽ അവർക്ക് ചില ട്രെയിനിങ്ങുകളിലൊക്കെ അവർ ഒന്നിച്ച് പ്രൊഫഷണൽ ഹൗസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ഒന്നിച്ച് വരും. ബ്രദേഴ്സൊക്കെ അവരുടെ ബ്രദേഴ്സിൻ്റെ ക്ലസ്റ്റർ മീറ്റിങ്ങുകൾ എന്നൊക്കെയാണ് അതിന് പറയുക. അങ്ങനെ ഒരു ദിവസം ഈ ബ്രദേഴ്സിൻ്റെ ഒരു മീറ്റിംഗ്, ക്ലസ്റ്റർ മീറ്റിങ്ങിന് ബ്രദർമാരെല്ലാവരും കൂടെ അവർ ഒന്നിച്ചൊരു സ്ഥലത്ത് വന്നു. പ്രൊഫഷണൽ അച്ഛൻ ക്രമീകരിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഒരു ദിവസം അവർ രാത്രി കിടക്കുമ്പോൾ ഇവർ കിടന്നത് ഡബിൾ ഡക്കർ ബെഡ് കട്ടിലാണ്. അപ്പോൾ എത്ര പ്രദേശത്ത് പലരൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ സ്ഥല സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് ഈ ഡബിൾ ഡക്കർ കട്ടിൽ, ഒരാൾ താഴെ, അതിന് മുകളിൽ ഡബിൾ ഡക്കർ, അതിന് മുകളിൽ, അങ്ങനെയുള്ള സ്ഥലപരിമിതികളുള്ളപ്പോൾ ഡബിൾ ഡക്കർ കട്ടിലുകൾ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ് ഇദ്ദേഹം ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. ഇപ്പോൾ രാത്രി ഇദ്ദേഹം കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയും, ഈ മീറ്റിങ്ങിന് പോകുന്നതിന് കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഇദ്ദേഹത്തിനുള്ളിൽ ഇപ്രകാരം ഒരു പ്രേരണ കിട്ടാൻ തുടങ്ങി. നീ കാവൽമാലയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇദ്ദേഹം സാധാരണഗതി കാവൽമാലയോട് അങ്ങ് പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നുമില്ല, നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ ഇദ്ദേഹം കാവൽമാല വല്ലപ്പോഴൊക്കെ ഓർക്കും. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ കിട്ടും, നീ കാവൽമാലയോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പ്രേരണ കിട്ടിയ ആ സമയം മുതൽ ഇദ്ദേഹം അല്പം കൂടെ കാവൽമാലകി ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാൻ പരിശ്രമിച്ചു എന്ന് ഇദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ ഈ മീറ്റിങ്ങിന് അദ്ദേഹം പോകുന്നു. ഇങ്ങനെ മീറ്റിങ്ങിന് ഒരു സമയം അദ്ദേഹം രാത്രി കിടക്കും. ഇദ്ദേഹം താഴെയാണ് കിടക്കുന്നത്, അദ്ദേഹത്തിന് മുകളിൽ മറ്റൊരു ബ്രദർ കിടപ്പുണ്ട്. അങ്ങനെ ചുറ്റുപാടും ബ്രദേഴ്സ് എല്ലാവരും ഉണ്ട്, ഡോർമെട്രി കിടക്കുന്നു. ആ രാത്രിയിൽ ഒരു രാവിലെ 4 മണി 4:30 സമയം പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ ചെവിയിൽ ഒരു ശബ്ദം കേൾക്കുക. നീ പുറത്തേക്ക് ചാടൂ എന്ന് പറഞ്ഞൊരു ശബ്ദം കേൾക്കുകയാണ്. ഈ ശബ്ദം കേട്ട ഉടനെ ഇത് ആ നിമിഷത്തിൽ പുറത്തേക്ക് എടുത്തു ചാടുകയാണ്. സാധാരണ ഈ പദ്ധതി പറഞ്ഞ പ്രകാരം സാധാരണ ഉറക്കം തെളിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അദ്ദേഹം എങ്ങനെ കട്ടിലിന് എഴുന്നേറ്റ് പുറത്തേക്കൊന്നും വരില്ല. അദ്ദേഹം ഒന്ന് നിവർന്ന് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെരിഞ്ഞ് പുതപ്പൊന്ന് വലിച്ചിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പതുക്കെയാണ് സാധാരണ പുറത്തേക്ക് വരിക. പുറത്തേക്ക് ചാടൂ എന്നുള്ള സ്വരം കേട്ട ഉടനെ ഇദ്ദേഹം എടുത്ത് പുറത്തേക്ക് ചാടി. ഏതാണ്ട് രാത്രി 4 മണി ഒക്കെ സമയം. ഒരിക്കലും ആ സമയത്ത് എഴുന്നേക്കാറില്ല എന്ന് ഇദ്ദേഹം പറയുക. ഇദ്ദേഹം പുറത്തേക്ക് ചാടിയ ആ നിമിഷം തന്നെ ഇദ്ദേഹത്തിന് മുകളിൽ കിടന്നിരുന്ന അദ്ദേഹം മറ്റേ ബ്രദർ കിടന്നിരുന്ന ആ കട്ടിലൊടിഞ്ഞ് ആ പലകകളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ബെഡിലേക്ക് കുത്തിക്കീറി ആ ബെഡെല്ലാം കീറിപ്പോയ ഒരനുഭവം. ഇദ്ദേഹം പറയാണ്, ആ സമയത്ത് ഞാൻ ആ കട്ടിലുണ്ടായിരുന്നെങ്കിൽ മുകളിലത്തെ കട്ടിലൊടിഞ്ഞ ആ പലകകൾ കഷ്ണങ്ങൾ കീറി ഇദ്ദേഹത്തെ കുത്തിക്കീറുമായിരുന്നു, ഒരുപക്ഷെ മരണപ്പെടുമായിരുന്നു. എന്നിട്ട് ഈ ബ്രദർ പറഞ്ഞ പ്രകാരം, അച്ഛാ, കാവൽ മാലാഖയുണ്ടെന്ന് എനിക്കന്ന് മനസ്സിലായി. ഞാൻ കേട്ട ശബ്ദം പുറത്തേക്ക് ചാടുന്നുള്ള ആ ശബ്ദം എൻ്റെ കാവൽ മാലാഖയുടെ ശബ്ദമായിരുന്നു. ഞാൻ ഒരിക്കലും കാവൽ മാലാഖ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയല്ല. എന്നാൽ ഈ മീറ്റിങ്ങിന് പോകുന്ന കുറച്ച് നാളുകൾക്ക് മുൻപ് ഉള്ളിലൊരു പ്രേരണ, തുടർച്ചയായി കാവൽമാലയോട് പ്രാർത്ഥിക്ക് എന്നുള്ള പ്രേരണ കിട്ടി. ഞാൻ കാവൽമാലയോട് ആ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. എന്നെ ഈ വലിയ അപകടത്തിൽ രക്ഷിച്ചത് എൻ്റെ കാവൽ മാലാഖയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കാവൽ മാലാഖമാരുടെ സാന്നിധ്യം അത് യാഥാർത്ഥ്യമാണ്. ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങൾ കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾ എത്രമാത്രം കാവൽമാല എല്ലാ ദിവസവും അനുസ്മരിക്കാറുണ്ട്? നമ്മളെ സംരക്ഷിക്കുവാനായി, നമ്മളെ പരിപാലിക്കുവാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ സ്വന്തം മാലാഖയാണ് കാവൽ മാലാഖ. കർത്താവ് നൽകിയ മാലാഖയാണ്. ആര് നമ്മളെ ഉപേക്ഷിച്ച് പോയാലും കാവൽ മാലാഖ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് പ്രിയമുള്ള, ഇന്ന് നീ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ, നിനക്ക് എന്തിനേലും കുറച്ച് അസ്വസ്ഥയുണ്ടെങ്കിൽ, നിന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് കരുതുകയാണെങ്കിൽ, നിനക്ക് ആരും ഇല്ലല്ലോ എന്നൊന്ന് ചിന്തിക്കരുത്. നിന്നെ വിട്ടുപിരിയാത്ത ഒരു മാലാഖ നിന്റെ കൂടെയുണ്ട്. നീ കാവൽമാലയുടെ സാന്നിധ്യം അനുഭവിച്ചേ, കാവൽമാലയോട് പ്രാർത്ഥിച്ചേ, കാവൽമാലയ്ക്ക് എല്ലാ ദിവസവും നന്ദി പറഞ്ഞേ, രാവിലെ ഏക്കുന്ന പാടെ കാവൽമാലയോട് പ്രാർത്ഥിച്ച് കൂടെ നിർത്തിക്കേ, കിടക്കുന്നതിന് മുമ്പ് കാവൽമാലയ്ക്ക് നന്ദി പറഞ്ഞ് ആ രാത്രിയെല്ലാം കാവൽമാലയ്ക്ക് സമർപ്പിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കേ. കാവൽമാലക യാഥാർത്ഥ്യമാണ്.
കാവൽമാലാഖയെ അനുഭവിക്കാൻ സാധിക്കും. മിസ്റ്റർ പാതിരപ്പയോയുടെ കാവൽമാലാഖ വളരെ ശക്തമായി പാതിരപ്പയോയുടെ കൂടെ ഉണ്ടായിരുന്നതിന്റെ തെളിവ് ചിലപ്പോൾ പാതിരപ്പയുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. പാതിരപ്പയ്യ വണ്ടി ഓടിക്കുമ്പോൾ ഉറങ്ങിപ്പോവായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ കാവൽമാലാഖയാണ് വണ്ടി ഓടി സുരക്ഷിതമായി സ്ഥലത്ത് എത്തിച്ചെന്ന് പാതിരപ്പയുടെ ജീവിതത്തിൽ നമുക്ക് കാണുന്നുണ്ട്. ഇപ്രകാരം വളരെ ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു മാലാഖയാണ് കാവൽമാലാഖ. ഈ കാവൽമാലാഖയെ വിസ്മരിച്ച് ജീവിക്കരുതെന്നും ഈ കാവൽമാലാഖയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ കഞ്ചിക്കോട് റാണി ചേച്ചിയിലൂടെ നമുക്ക് സന്ദേശം നൽകുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, കാവൽമാലാഖ നമ്മുടെ സ്നേഹിതനാണ്, നമ്മുടെ സ്വന്തമാണ്, നമുക്ക് വേണ്ടി സ്വർഗം നൽകിയിരിക്കുന്ന മാലാഖയാണ്. അതുകൊണ്ട് നമുക്കറിയാം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിന്റെ 10-ാം തിരുലിഖിതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായി 18:10, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. അവരുടെ ദൂതന്മാർ എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ മുഖം സദാ ദർശിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കാവൽമാലാഖയുണ്ട്. നമ്മുടെ കാവൽമാലാഖ ദൈവമായി നിരന്തരം സംവാദപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവമായ ഒരു നിരന്തര ബന്ധത്തിലാണ് നമ്മുടെ കാവൽമാലാഖ. അതുപോലെ തന്നെ നമുക്ക് കൂടെയുള്ളവർക്കും ആ കാവൽമാലാഖയുണ്ട്. അവരും ദൈവമായിട്ടുള്ള നിരന്തരമായ ഒരു സംവാദത്തിലാണ്, ഒരു ബന്ധത്തിലാണ്, ഒരു ഐക്യത്തിലാണ്. അതുകൊണ്ടാണ് പറയുക, മക്കളെ, നിങ്ങൾ ആരെയും നിന്ദിക്കരുത്, ആരെയും ചെറുന്ന് കരുതരുത്. നമ്മുടെ വീടുമുറ്റത്ത് ധർമ്മത്തിന് വരുന്ന ഒരു ധർമ്മക്കാരനായിക്കോട്ടെ, അവന്റെ മഹത്വമുണ്ട്. അവൻ ദൈവത്തിന്റെ മകനാണ്, അല്ല മകളാണ്. നമ്മുടെ അടുത്ത് ലോട്ടറി വിൽക്കുന്ന ചേട്ടന്മാർ ദൈവത്തിന്റെ മക്കളാണ്. നമ്മൾ കടന്നു പോകാൻ ഭിക്ഷയാചിക്കുന്നവര്, റെയിൽവേ സ്റ്റേഷനിൽ ഉറങ്ങുന്നവര്, വീടില്ലാത്തവര്, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആരെയും നിന്ദിക്കരുത്. ഞാൻ ഓർക്കുക, ചില സഹോദരങ്ങൾ ചില അംഗവൈകല്യമുള്ള ചില വ്യക്തികളെ കാണുമ്പോൾ നിന്ദിക്കുന്നത് അപകടകരമാണ്. ദൈവത്തിന്റെ മക്കളാണ്. ഓർമ്മിക്കുക, നിങ്ങൾ ആരെയും നിന്ദിക്കുക. നിന്റെ വാക്കുകൊണ്ട് ഒരു വ്യക്തിയും വേദനിക്കുവാനോ കളിയാക്കപ്പെടുവാനോ കാരണമാകരുത്. അവന്റെ അല്ലെങ്കിൽ അവളുടെ മാലാഖ എന്റെ സ്വർഗസ്വനായ പിതാവിന്റെ മുഖം, ദൈവപിതാവിന്റെ മുഖമാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നിരന്തരം ദർശിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്ര വലിയൊരു സംഭവമാണ് ഈ കാവൽ മാലാഖയുടെ സാന്നിധ്യം. ഈ കാവൽ മാലാഖ സത്യമായി തിരിച്ചറിഞ്ഞ പിന്നെ ഈ ലോകത്തുള്ള എല്ലാവരും നമ്മൾ സ്നേഹിക്കും. ആരെ നാം കളിയാക്കില്ല, അവഹേളിക്കില്ല, നിന്ദിക്കില്ല, എല്ലാവരും ചേർത്ത് പിടിക്കും. കാരണം സ്വർഗസ്വനായ പിതാവിന്റെ മുഖം എന്നും ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാലാഖ അവനും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ദൈവ ഐക്യത്തോടെ ജീവിക്കുവാൻ, സഹോദര സ്നേഹത്തോടെ ജീവിക്കുവാൻ നമ്മെ സഹായിക്കും. എന്നിട്ട് വീണ്ടും പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്ത്, മക്കളെ, കാവൽമാലാഖ പോലെ തന്നെ മുഖ്യ ദൂതന്മാരായ വിശുദ്ധ മിഖായേല്, വിശുദ്ധ റഫായേല്, വിശുദ്ധ ഗബ്രിയേല്, ഇവരും നിങ്ങളുടെ കൂടെയുണ്ട്. ഇവരുടെ സഹായം നിങ്ങൾ യാചിക്കണം. നിർമ്മല മനസാക്ഷിയോടുകൂടി, ധീരതയോടുകൂടി, സത്യവിശ്വാസത്തിൽ ജീവിക്കുവാൻ ഗബ്രിയേൽ മാലാഖ നിങ്ങളെ സഹായിക്കും. ദൈവത്തിന്റെ ദൂത് നിങ്ങൾക്ക് പകർന്നു തരുന്ന മാലാഖയാണ് ഗബ്രിയേൽ മാലാഖ. അവനോട് നിങ്ങൾ ആലോചന ചോദിക്കണം. സത്യവിശ്വാസം ധീരതയോടുകൂടി ജീവിതത്തിൽ ജീവിക്കുവാൻ ഗബ്രിയേൽ മാലാഖ നിങ്ങളെ സഹായിക്കും. ദൈവത്തിന്റെ ദൂത് അവനോട് ആലോചിക്കുക, അവൻ പറഞ്ഞു തരും. ഇനി അടുത്ത ദൂതനായ മിഖായേൽ മാലാഖ നിങ്ങളെ തിന്മയ്ക്കെതിരെ പോരാടി നിങ്ങളെ സംരക്ഷിക്കുന്ന മാലാഖയാണ് മിഖായേൽ മാലാഖ. തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്ന മാലാഖ മിഖായേൽ മാലാഖ. എന്റെ പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്, മക്കളെ, മിഖായേൽ മാലാഖയോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ലിയോ 13 മാർപ്പാപ്പ രചിച്ച, അമ്മ തന്നെ പറഞ്ഞു തരികയാണ്, ലിയോ 13 മാർപ്പാപ്പ രചിച്ച മിഖായേൽ മാലാഖയോടുള്ള ജപം നിങ്ങൾ അനുദിനം ചൊല്ലി പ്രാർത്ഥിക്കണം. ഇത് പരിശുദ്ധ അമ്മയുടെ വാക്കുകളാണ്.
ലിയോ 13 മാർപ്പാപ്പ, നമുക്കറിയാം ലിയോ 13 മാർപ്പാപ്പയ്ക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ആ ദർശനത്തിന് ശേഷം ലിയോ 13 മാർപ്പാപ്പ ഓടിപ്പോയതിന് ഓഫീസ് മുറിയിൽ നിന്ന് എഴുതിയ പ്രാർത്ഥനയാണല്ലോ മിഖായേൽ മാലാഖയുടെ ജപം. എന്നിട്ട് അമ്മ പറയുകയാണ്, കഞ്ചിക്കോട് റാണിച്ചേച്ചിയോട് പറയുകയാണ്, മക്കളെ നിങ്ങൾ ലിയോ 13 മാർപ്പാപ്പ രചിച്ച മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന അനുദിനം ചൊല്ലി പ്രാർത്ഥിക്കണം. സഹോദരങ്ങൾ തിരിച്ചറിയുക, ഈ പ്രാർത്ഥന സ്വർഗം അംഗീകരിച്ച പ്രാർത്ഥനയാണ്. സ്വർഗം അംഗീകരിച്ച് പരിശുദ്ധ അമ്മ ചൊല്ലാൻ പറയുന്ന ഈ മിഖായേൽ മാലാഖയുടെ ജപം നമ്മൾ എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ പുസ്തകങ്ങളിലും മിഖായേൽ മാലാഖയുടെ ജപമുണ്ട്. നമുക്ക് എന്തെങ്കിലും ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകാം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ടോ? പരിശുദ്ധ അമ്മ പറയുക, മക്കളെ ഈ കാലഘട്ടത്തിൽ തിന്മ ഇത്രമാത്രം പെരുകുമ്പോൾ നിങ്ങൾ മിഖായേൽ മാലാഖയുടെ സംരക്ഷണം നിങ്ങൾ യാചിക്കണം. ദൈവം നൽകിയിരിക്കുന്ന മാലാഖയാണ് മിഖായേൽ. മിഖായേലിന്റെ പ്രത്യേകമായ ശക്തമായ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും. അവൻ നിങ്ങൾക്കെതിരെ വരുന്ന തിന്മയുമായി യുദ്ധം ചെയ്ത് അവയെ പരാജയപ്പെടുത്തി നിങ്ങളെ സംരക്ഷിക്കും. ഇനി അടുത്ത മാലാഖയാണ് റഫായേൽ മാലാഖ. പരിശുദ്ധമ്മ പറഞ്ഞു തരികയാണ്, നിങ്ങൾ ഈ ലോകത്തിൽ ആത്മീയ യുദ്ധത്തിലൂടെ കടന്നു പോകുമ്പോൾ പല രീതിയിലും പാപത്തിന്റെ അവസ്ഥയിൽ ചെന്നുപെട്ട് നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട്. നിങ്ങളുടെ ഈ മുറിവുണക്കുവാൻ റഫായേൽ മാലാഖയെ നിങ്ങൾ ക്ഷണിക്കണം. പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് ആത്മീയമായി മുറിവേറ്റ നിങ്ങളുടെ മുറിവുണക്കുവാൻ റഫായേൽ മാലാഖ നിങ്ങളുടെ അടുത്ത് ലേപനവുമായി കടന്നു വരുമെന്നാണ് പരിശുദ്ധൻ പറഞ്ഞു തരിക. എന്നിട്ട് അമ്മ കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ ഓരോ യാത്രകളിലും, നിങ്ങളുടെ ഈ ലോകത്തിലെ ഭൗതികമായ യാത്രയായിക്കോട്ടെ ആത്മീയ യാത്രയായിക്കോട്ടെ, നിങ്ങളുടെ യാത്രയിൽ നിങ്ങളുടെ സഹയാത്രകനായി ദൈവം അയച്ചിരിക്കുന്ന സഹായകനാണ് റഫായേൽ മാലാഖ എന്ന് പരിശുദ്ധ അമ്മ കൂട്ടിച്ചേർത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, റഫായേൽ മാലാഖയോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾക്ക് ആത്മീയമായി മുറിവേൽക്കുന്നവരാണ്, നമ്മൾ മറ്റൊരുവരെ മുറിപ്പെടുത്തുന്നവരാണ്. പല രീതിയിലും പാപത്തിന്റെ ബന്ധനങ്ങളിൽപ്പെട്ട് മുറിവേറ്റ് തകർന്ന നമ്മളുടെ അടുത്തേക്ക് ദൈവത്തിന്റെ ലേപനവുമായി റഫായേൽ മാലാഖ കടന്നു വരുവാൻ പ്രാർത്ഥിക്കണം. മുറിവണക്കണം, സൗഖ്യം പ്രാപിക്കണം. നമ്മുടെ ഓരോ യാത്രകളിലും നമ്മൾ റഫായേൽ മാലാഖയുടെ പ്രത്യേകമായ സാന്നിധ്യം അപേക്ഷിക്കണം. അവനോട് കൂടെ യാത്രികനാണെന്ന് പരിശുദ്ധം പറഞ്ഞു തന്നിരിക്കുക. എത്രമാത്രം സ്വർഗം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ദൂത് പരിശുദ്ധ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ ഈ സന്ദേശങ്ങൾ നമ്മൾ സ്നേഹത്തോടെ ഏറ്റെടുത്തുകൊണ്ട് നമ്മളെ തന്നെ നമ്മുടെ മാലാഖമാരുടെ പ്രത്യേകമായ സംരക്ഷണത്തിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കാവൽ മാലാഖയെ നമുക്ക് അല്പം കൂടി സ്നേഹിക്കാം. നമ്മുടെ കാവൽ മാലാഖയെ വിളിച്ച് നമുക്ക് നന്ദി പറയാം. തിന്മയിൽ നിന്ന് നമ്മളെ പോരാടി നമ്മളെ സംരക്ഷിക്കുന്ന മിഖായേൽ മാലാഖയ്ക്കും, ദൈവത്തിന്റെ ദൂത് നമുക്ക് പറഞ്ഞു തരുന്ന ഗബ്രിയേൽ മാലാഖയ്ക്കും, മുറിവേറ്റ നമ്മളെ ദൈവത്തിന്റെ ലേപനവുമായി കടന്നു വന്ന് സൗഖ്യപ്പെടുത്തുന്ന നമ്മുടെ ഓരോ യാത്രകളിലും നമ്മളെ സംരക്ഷിക്കുന്ന സഹയാത്രകനായ നമ്മുടെ റഫായേൽ മാലാഖയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട്, അവരുടെ സ്നേഹത്തിന് സംരക്ഷണം നന്ദി പറഞ്ഞുകൊണ്ട്, അവരെ നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ദൂതുകൾ സ്നേഹത്തോടെ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മയെ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.